കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അങ്ങനെ പ്രിൻസിപ്പലിനെ കണ്ട് കാര്യങ്ങളൊക്കെ നിധിയും ശ്രേയയും കൂടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. നിധി പറയുകയാണ്, എന്തായാലും വന്ന കാര്യം നടന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ. ഇതാ പറയുകയാണ്, നീ എന്തായാലും വന്നത് വെറുതെ ആയല്ലോ, വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്ന്. ഇനി എന്താ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. ഇനി എനിക്കൊരു ജോലി ഒപ്പിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ നിധി പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പം പുറത്ത് ഭാസ്കരൻ നിൽപ്പുണ്ട്. അപ്പം സർട്ടിഫിക്കറ്റായിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് നിധി വരുന്നത്. നിധിയെ കാണുമ്പോൾ ഭാസ്കരന് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നിധിയുടെ ചേട്ടൻ അരുൺ അങ്ങോട്ട് കാറുമായിട്ട് വരുന്നത്. പെട്ടെന്ന് അരുണിനെ കാണുമ്പോൾ നിധിയൊന്ന് ഭയക്കുന്നുണ്ട്. കാരണം അരുണാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് നിധിക്ക് ഉറപ്പായിരുന്നു. ആരും അറിയാതെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നായിരുന്നു നിധിയുടെ ആഗ്രഹം. പക്ഷേ അരുൺ ഒരിക്കലും അറിയുന്നത് പ്രതീക്ഷിച്ചില്ല. നിധിയാണെങ്കിൽ നേരെ കാറിലേക്ക് കയറാൻ വരുമ്പോഴത്തേക്ക് അരുൺ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ട് പോകുമോ? എന്തിനിവിടെ കോളേജിൽ വന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനാണ്. അപ്പം നിധിയുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അരുൺ അങ്ങ് പിടിച്ച് വാങ്ങിക്കുകയാണ്. നീയാണെങ്കിലേ അങ്ങനെ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പോകണ്ട. വീട്ടുകാരെയും അച്ഛനെയും അമ്മയും ചേട്ടനെയും എല്ലാവരെയും അവമാനിച്ചിട്ട് നീ അങ്ങനെ എല്ലാം നേടിയവളാവണ്ട. നിനക്ക് മാത്രം എല്ലാം വേണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നിധി പറയാണ്, ഞാൻ ആരെയും ദ്രോഹിക്കാൻ വരുന്നില്ലല്ലോ. നിങ്ങളാണെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നശിപ്പിച്ച്, എന്നിട്ടും നിങ്ങളോട് ഞാൻ വീണ്ടും ഒന്നും ആവശ്യപ്പെട്ട് വന്നില്ലല്ലോ. ഞാൻ തന്നെ കോളേജിൽ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതല്ലേ, അതിന് നിങ്ങൾക്കെന്താ? ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തരാൻ പറയുകയാണ് നിധി. അപ്പോൾ അരുൺ ചോദിക്കുകയാണ്, ഓഹോ, ഞങ്ങൾക്കെല്ലാം നഷ്ടം ഇരുന്നോട്ടെ, നീയാണെങ്കിൽ എല്ലാം നേടിയവളായിട്ട് അങ്ങനെ നടക്കണ്ട എന്നും പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് അങ്ങ് വലിച്ചു കീറുകയാണ്. അത് കാണുമ്പോഴത്തേക്ക് നിധിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. പക്ഷെ ഒരു ദാക്ഷിണ്യമില്ലാതെ അരുണാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വലിച്ചു കീറുകയാണ്. ഇതെല്ലാം ഭാസ്കർ അവിടെ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ നീ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ഞങ്ങളെ ധിക്കരിച്ച് പോയ നീ ഒന്നും ആവുകയും വേണ്ട കേൾക്കുമ്പോഴത്തേക്ക് നിധിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഭാസ്കരൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കാണിച്ചത് ശരിയാണ്. ആ കൊച്ചു ഇത്രയും നാൾ പഠിച്ച് കഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആരുടെയും ശല്യമില്ലാതെ വന്ന് വാങ്ങിക്കാൻ വന്നത്, അതിന് നിങ്ങൾക്ക് എന്താ വേണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരും ചോദിക്കുകയാണ്, ഇവനാരാ? അത് പുതിയ ആളാണോ നിൻ്റെ കൂടെ നടത്തുന്നത്? മറ്റവനെ മാറ്റിപ്പോയി ഇയാളെ കൊണ്ടാണോ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയാണ്, സൂക്ഷിച്ച് സംസാരിക്കണം, നിങ്ങളുടെ അടുത്ത് ആവശ്യമില്ലാതെ ഒന്നിനും വന്നില്ലല്ലോ ഞങ്ങളാരും. അരുണാണെങ്കിൽ ഭാസ്കരൻ്റെ നേരെ അങ്ങ് ചെല്ലുകയാണ്. താൻ ആരോടോ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? തന്നോട് ആവശ്യമില്ലാതെ ഇങ്ങോട്ടൊന്ന് സംസാരിക്കാൻ ആരെയാണ് പറഞ്ഞ്? അപ്പോഴത്തേക്ക് ഭാസ്കരനങ്ങ് ദേഷ്യം വരുന്നത്, ഞാനേ ഈ നിൽക്കുന്ന കൊച്ചിൻ്റെ അച്ഛൻ. കേൾക്കുമ്പോഴത്തേക്ക് നിധിയൊന്ന് ഞെട്ടുന്നുണ്ട്. മനസ്സിലായില്ലയോ? ഇവളെ കല്യാണം കഴിച്ച സുധീഷിൻ്റെ അച്ഛനാണ്. അപ്പം ഇവളെൻ്റെ മോള് തന്നെയാണ്. അപ്പം എൻ്റെ മുന്നിൽ വെച്ച് അതിനെ അപമാനിച്ചാൽ ഞാൻ ചോദിക്കും, അതിന് ഏത് കൊമ്പത്തുള്ളവനായാലും ഞാൻ ചോദിക്കുമെന്ന് ഭാസ്കരൻ പറയാണ്. എങ്കിൽ താനൊന്ന് ചോദിക്കടോ എന്നും പറഞ്ഞ് ഭാസ്കരൻ്റെ നേരെ അങ്ങ് ചെല്ലിയാണ്. ഇതിൻ്റെ കൂടെ 2-3 ആൾക്കാരും ഉണ്ട്. ഭാസ്കരൻ അങ്ങോട്ട് പോയി ആരെയും അടിക്കാറില്ല. പക്ഷേ ഭാസ്കരൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ വെറുതെ വിടത്തുമില്ല. ആഹാ, അങ്ങനെയാണോ? എന്നെങ്കിൽ താനൊന്ന് അടിയുണ്ടാക്കടോ എന്നും പറഞ്ഞ് ഭാസ്കരൻ്റെ അടുത്ത് ഭാസ്കരനെ അടിക്കുകയാണ്. ഭാസ്കരനെ വിട്ടു കൊടുക്കുന്നില്ല. ഭാസ്കരനെ തിരിച്ച് അരുണിനെ അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്നവരെല്ലാവരും കൂടെ അരുണിൻ്റെ ഗുണ്ടകളെല്ലാം കൂടെ ഭാസ്കരനെ പിടിച്ചു വെക്കുവാണ്. നിധി ഓടിച്ചെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്, വിടാനല്ലേ പറഞ്ഞത്, നിധിയെ എല്ലായിടത്തും കൊണ്ടൊന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ അടി കൊണ്ട വീണ് അരുണാണെങ്കിൽ ഒരു കത്തിയായിട്ട് ഭാസ്കരനെ കുത്താൻ വരികയാണ്. അപ്പോൾ ഇത് കാണുന്ന നിധി പേടിക്കുന്നുണ്ട്. വിട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഭാസ്കരനും കാണുന്നുണ്ട് അവൻ കുത്താൻ വരുന്നത്. അപ്പം നിധിയാണെങ്കിൽ എല്ലാവരെയും പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് അരുൺ വന്ന് ഭാസ്കരനെ കുത്തുന്നുണ്ട്. അപ്പം നിധി പേടിച്ചാണെങ്കിൽ കരയുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ രാത്രിയായിട്ടും നിധിയെ കാണാത്തതിൻ്റെ സങ്കടത്തിലാണ്. പക്ഷേ അവരാരും അറിഞ്ഞില്ല, ഭാസ്കരനും കൂടെ പോയിട്ടുള്ള കാര്യം ആരും അറിഞ്ഞില്ല. അങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സുധീഷാണെങ്കിൽ ഒരു സമാധാനമില്ല, ഇത്രയും നേരമായിട്ട് നിധിയെ കാണുന്നില്ലല്ലോ, എന്താ ഇത്രയും താമസിക്കുന്നത്, വിളിച്ചിട്ടിട്ട് കിട്ടുന്നതും ഇല്ലല്ലോ എന്ന് സുധീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയാമെന്ന്, ചേട്ടനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട, അവരിങ്ങെത്തും. അല്ല, പോയി കഴിഞ്ഞാൽ വരുന്നവരെ എനിക്ക് ടെൻഷനാണ്. അതല്ലാതെ അടിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് പെട്ടെന്ന് കളഞ്ഞിട്ട് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ, അല്ലാതൊന്നും അല്ല എന്ന് ഹരീഷ് പതുക്കെ പറയുമ്പോൾ സുധീഷ് പറയുന്നു, നീ എന്താടാ പറഞ്ഞത്? നീ എന്നെ ആക്കി പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ലേ. ഇനി എങ്ങനെ വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. നിധി ഇങ്ങ് എത്തിയാൽ മതിയായിരുന്നു. വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ലല്ലോ. ആൻഡ്രൂസിനെ വിളിച്ചിട്ട് അവനും കിട്ടുന്നില്ലല്ലോ. ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. പിന്നെ സുഭാഷ് ഏട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോവാഞ്ഞത്. സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കണ്ടായിരുന്നു. ഞാനും കൂടെ അങ്ങ് പോയാൽ മതിയെന്നും പറഞ്ഞ് ആകെപ്പാടെ ടെൻഷനിലിരിക്കുകയാണ് സുധീഷ്. അപ്പം അങ്ങോട്ട് സുഭാഷും വരുന്നുണ്ട്. സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഏട്ടൻ പറഞ്ഞിട്ടല്ലേ നിധിയെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടത്, പക്ഷേ വിടണ്ടായിരുന്നു. ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ, രാത്രി ആയില്ലേ. ഇനി അവിടെ കാണും അവളുടെ ചേട്ടനെങ്ങാനും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, ഇനി നിധി എങ്ങാനും പിടിച്ചോണ്ട് പോയോ, ഒന്നും അറിയാൻ വയ്യാലോ എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, നീ അവളുടെ ഫോണിലേക്ക് വിളിച്ചില്ലേ? വിളിച്ച്
പക്ഷേ കിട്ടുന്നില്ല എന്ന് സുധീഷ് പറയുന്നു. അപ്പോൾ ഹരീഷ് പറയാണ്, അതെ ചേട്ടന് പേടിയാണ്, ഇനി നിധി ഏട്ടത്തി എങ്ങാനും വരാതിരിക്കുമോ, ഇനി സുധീഷ് ഏട്ടനെ കളഞ്ഞിട്ട് പോവോ എന്നുള്ളൊക്കെ ഒരു ടെൻഷനാന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, നീ ആകപ്പാടെ വിഷമിക്കാതിരി, ഇപ്പം വരുമായിരിക്കും, സമയം കൊണ്ട് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് അവർ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.